ചേലക്കരയിൽ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഒരു റൗണ്ടിൽ മാത്രമാണ് ഒന്ന് ലീഡ് എടുത്തു പോകാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കഴിയാതെ ഇരുന്നത്. ഇതാ നോക്കൂ, മൂന്നാം വട്ടവും LDF സർക്കാർ എന്ന ആത്മവിശ്വാസം LDFന് ആകെ പകരുന്ന ഒരു വിജയമായിട്ടാണ് ചേലക്കരയിലെയും പാലക്കാട്ടെ മുന്നേറ്റത്തെയും ഒക്കെ കാണുന്നത്. മൂന്നാം വട്ടവും പ്രതിപക്ഷത്ത് നിങ്ങൾ ഇരിക്കും എന്നാണ് ആ ആത്മവിശ്വാസത്തിന്റെ അർത്ഥം. മാധവ്, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. അവർ ആ ആത്മവിശ്വാസത്തിൽ തന്നെ ഇരിക്കണം. കാരണം ചേലക്കരയും പാലക്കാടുമുള്ള അവർ പറയുന്നത് ഇപ്പം ചേലക്കര തന്നെ ആദ്യം പറയും. കാരണം ഞങ്ങൾ തോറ്റ സീറ്റാണല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തുടർഭരണം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ചേലക്കരയിലെ ആളുകൾ 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തു. ഇവർ പറയുന്ന 3.0, അതായത് അടുത്ത വീണ്ടും തുടർഭരണം പിണറായി സർക്കാരിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടെ LDF ജയിച്ചതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 39,400-ൽ നിന്ന് 12,201-ലേക്ക് ഭൂരിപക്ഷം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? അതായത് ഏകദേശം 27,199 ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം തുടർഭരണം കൊടുക്കണമെന്ന് വിചാരിച്ചതിൽ നിന്ന് അത്ര ആളുകൾ ഇപ്പോൾ വിചാരിക്കുന്നില്ല തുടർഭരണം കൊടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇനി ചേലക്കരയും പാലക്കാടും നിങ്ങൾ കമ്പയർ ചെയ്തോ, ബൈ ഇലക്ഷൻ നടത്തുന്ന മറ്റ് സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്തോ? ചേലക്കരയിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ വന്നതല്ലേ, ഏറ്റവും പ്രയാസത്തിൽ കഴിയുന്ന ജനങ്ങളുള്ള ഒരു മണ്ഡലമല്ലേ ചേലക്കര. ഞാൻ പറയുന്ന ചേലക്കരയിൽ ഈ ബൈ ഇലക്ഷനും കൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, CPM 28 വർഷക്കാലമായിട്ട് CPM-ന്റെ MLA ഉള്ളൊരു മണ്ഡലത്തിൽ എത്രത്തോളം വികസനം നടത്താൻ പറ്റുമെന്ന് ഇവർ കാണിച്ചു തന്നു. ഇവർ നവകേരള സദസ്സൊക്കെ നടത്തിയ ആളുകളല്ലേ. അപ്പോൾ ഈ നവകേരള സദസ്സ് ചേലക്കര മണ്ഡലത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയെങ്കിലും ഒരു വർഷം 1.5 വർഷം ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ നിങ്ങൾ ആ ചേലക്കര മണ്ഡലത്തിലെ മനുഷ്യർക്ക് കൂടി മറ്റ് മണ്ഡലങ്ങളിലേതിന് തുല്യമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ അവിടെയും നടത്തണം. എന്നിട്ട് വേണം തുടർഭരണത്തെക്കുറിച്ച് അവകാശപ്പെടുക. രണ്ടാമത്തത് പാലക്കാട്. നിങ്ങൾ 8.5 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പറ്റിയില്ല, സ്വന്തം പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റിയില്ല. കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ വന്ന വ്യക്തിയെ നിങ്ങൾ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചു. അത് നിങ്ങളുടെ രാഷ്ട്രീയം ആയിക്കോട്ടെ. നിങ്ങൾ അവിടെ തുടർഭരണത്തിന് അനുകൂല തരംഗം ഉണ്ടാക്കും എന്ന് പറയുന്നത് എന്താ? ഈ 700 വോട്ട് അധികം കിട്ടിയതിനെ കുറിച്ചിട്ടാണോ? അപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ വോട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് ആ മണ്ഡല പുനർനിർണയത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ ഭൂരിപക്ഷം നേടാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന് തുടർഭരണം കൊടുക്കണമെന്ന് പാലക്കാട്ടുകാർ വിചാരിച്ചതിന്റെ ലക്ഷണമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? മണ്ഡലത്തെ പറ്റി അവകാശവാദങ്ങൾ ഏറെ ഉന്നയിക്കാൻ കഴിയും ഡോക്ടർ ജിൻഡോ ജോൺ. നോക്കൂ, പക്ഷേ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് നിങ്ങൾ ചേലക്കരയെ എടുത്തതെങ്കിൽ ശരിയാണ്, നിങ്ങൾ വലിയ സംഘടനാ സംവിധാനം അതിന്റെ ശേഷിയൊക്കെ വിനിയോഗിച്ചു എന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വോട്ട് കുറച്ചത് നിങ്ങളാണോ? ഡോക്ടർ ജിൻഡോ ജോൺ, അവിടെ വോട്ട് കൂട്ടിയത് ആരാണ്? BJP ആണ്. അല്ല, അപ്പോൾ അതിനെങ്ങനെയാണ് കാണാൻ പറ്റുക? ഞങ്ങൾക്ക് അവിടെ ഇല്ലാതിരുന്ന ഒരു സംഘടനാ സംവിധാനം കൃത്യമായിട്ട് ഉണ്ടാക്കി ആ സ്ട്രക്ചറിൽ പ്രവർത്തിച്ച് രമ്യ ഹരിദാസിന് 10,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചില്ലേ? അതായത് കഴിഞ്ഞ പ്രാവശ്യം UDF സ്ഥാനാർത്ഥിക്ക് 2021 കിട്ടതിനേക്കാൾ 10,000-ഓളം വോട്ട് രമ്യ ഹരിദാസിന് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? BJP-ക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് കൂടിയത്? മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ കത്തിച്ച് നിർത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും അതിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് ന്യൂനപക്ഷ മോർച്ച പോലെയുള്ള ആളുകൾ പ്രചരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. BJP-ക്ക് അങ്ങനെ വോട്ട് കൂടിയിട്ടുണ്ടോ? BJP-ക്ക് വോട്ട് കൂടിയതിനെ കുറിച്ചിട്ടല്ല ഞങ്ങളുടെ ചർച്ച. ഞങ്ങൾക്ക് 10,000-ഓളം വോട്ട് കൂടുന്നു. 2021 നിന്ന് ഈ ബൈ ഇലക്ഷനിൽ വരുമ്പോൾ 10,000-ഓളം വോട്ട് കൂടുന്നു. LDF-ന്റെ വോട്ട് 27,199 വോട്ട് കുറയുന്നു. അതിന്റെ അർത്ഥം എന്താ? ആ ലക്ഷണം കാണിക്കുന്ന UDF-ന് എനിക്കറിയില്ല. അങ്ങ് പറയുന്നത് നിങ്ങൾക്ക് സംഘടനാ സംവിധാനം ഇല്ലാത്ത ഒരിടമെന്നാണ്. 8 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു സംഘടനയ്ക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് എവിടെയെങ്കിലും സംഘടനാ സംവിധാനം ഇല്ലാതെ പോകുന്നത്? ഭരണത്തിന്റെ ആലസ്യത്തിലിരിക്കുമ്പോൾ സംഘടനാ സംവിധാനം തുരുമ്പിച്ചു പോകുന്ന മനസ്സിലാകും. തുടർ ഭരണം LDF-നെങ്കിൽ തുടർ പ്രതിപക്ഷ സ്ഥാനം, തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ള ഒരു സംഘടനയ്ക്ക് 8 വർഷം കൊണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമാണ് സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നത് എന്നാണോ? അങ്ങനെയല്ല. ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം ഇല്ലാത്ത സ്ഥലമെന്നല്ല. ഞങ്ങൾ ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ ചില മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം ഉണ്ടാകും, ചില മണ്ഡലങ്ങളിൽ അത്രത്തോളം ശക്തമായിട്ടുള്ള സംവിധാനമായിരിക്കില്ല, കുറെ കൂടി ദുർബലമായിട്ടുള്ള സംവിധാനമായിരിക്കും. അത്ര ശക്തമല്ലാത്തൊരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്ന സ്ഥലമാണ് ചേലക്കര. അതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അത് ഞങ്ങൾ ഇല്ല എന്ന് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ആദ്യം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളതാണ്, കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള ഒരു കാര്യം ഇല്ല എന്ന് മാതൃഭൂമിയുടെ ഫ്ലോറിലൂടെ പറയാൻ മാത്രം അത്രത്തോളം മൗഢ്യമായിട്ടുള്ളൊരു നിലപാടൊന്നും എനിക്കില്ല.
ചെയ്തില്ല. പക്ഷെ ഞങ്ങളുടെ ദുർബലമായിട്ടുള്ള പല സംഘടനാ സംവിധാനവും ഞങ്ങൾ കുറെ കൂടി ശക്തമായിട്ട് അവിടെ സ്ട്രക്ചർ ഉണ്ടാക്കി മത്സരിച്ചു. ഞങ്ങളുടെ വോട്ടുകളുടെ എണ്ണം 10,000-ഓളം വർദ്ധിപ്പിച്ചു. LDFന്റെ വോട്ട് 27,000 ചില്ലാനും വോട്ട് ഞങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നു. അവിടെ 40,000 വോട്ടിന് ജയിക്കുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥി 12,000-ലേക്ക് താഴുന്നുണ്ടെങ്കിൽ, ഭൂരിപക്ഷം താഴുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് മാധു? സാമാന്യ മര്യാദ അനുസരിച്ച് ഏത് സാമാന്യ ബോധമുള്ള ആൾക്കും മനസ്സിലാവില്ലേ സംസ്ഥാനം കഴിഞ്ഞ 8.5 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമല്ല അവിടുത്തെ ആളുകളെന്ന്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത ആളുകളിൽ 10,27,000 പേര് എന്തായാലും LDFന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? അത് തുടർഭരണത്തിനുള്ള പിന്തുണയായിട്ടാണ് കാണുന്നത്. ചില മണ്ഡലങ്ങളിൽ എത്ര ശക്തമായിട്ടുള്ള പ്രവർത്തനം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയാലും ജയിക്കുന്ന മണ്ഡലങ്ങളില്ലേ? അത്തരം മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയാണ് പറയുന്നത് LDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തെളിഞ്ഞിരിക്കുന്നു എന്ന്. ഇപ്പോൾ പിണറായി വിജയൻ അങ്ങനെ വ്യാജമായ അഭിപ്രായങ്ങൾ പറയുന്ന അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരാളായി കാണേണ്ടതുണ്ടോ? അദ്ദേഹത്തിന്റെ തികഞ്ഞ ആത്മവിശ്വാസം LDFന്റെ മുഴുവൻ ആത്മവിശ്വാസമാണത്. ആത്മവിശ്വാസം അവർക്ക് നൽകുന്നത് ചേലക്കരയിലുണ്ടായ വിജയമാണ്. അല്ല, ചേലക്കരയിൽ ഉണ്ടായ വിജയം അവർ വിജയമായിട്ട് കാണുകയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഞാൻ പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശവും അത് ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയും PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞ കാര്യം അടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഞാനതൊന്നും നീട്ടി പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലടക്കം വോട്ട് കൂടുതൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അതിന്റെ അർത്ഥം എന്താ? ധർമ്മട മണ്ഡലത്തിലടക്കം സുധാകരന് കൂടുതൽ വോട്ട് വിഹിതം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. പിണറായിയിലെ പാറപ്പുറം ഭാഗം വരുന്ന ആ ബൂത്തിലടക്കം കോൺഗ്രസിന് വോട്ട് കൂടുന്നുണ്ടായി, BJPക്ക് വോട്ട് കൂടുന്നുണ്ടായി. എന്തായാലും CPM-കാരായിരിക്കുമല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് നൽകുന്ന സന്ദേശം എന്താണ്? തുടർഭരണത്തിനുള്ള സന്ദേശമാണോ? ഇനി അതിനപ്പുറത്ത് ഇവർ തുടർഭരണത്തിനുള്ള സന്ദേശമാണെന്ന് വിശ്വസിച്ച് ഇനി ഒരു ഘട്ടവും കൂടി CPM-ന് പിണറായി വിജയന്റെ സർക്കാരിന് മൂന്നാമതൊരു അവസരം കൂടി കൊടുത്താൽ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് ഞങ്ങളാരും പറഞ്ഞു മനസ്സിലാക്കേണ്ട. സഖാക്കന്മാർക്ക് തന്നെ അറിയാലോ. കൊഴിഞ്ഞാമ്പാറയിലെ ലോക്കൽ സമ്മേളനം, വിമത സമ്മേളനം ഒക്കെ തരുന്ന സന്ദേശം എന്താണ്?